ഓ, ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലായിരുന്നു. ഈ റാപ്പർമാരെ കൊണ്ട്, മല്ലു റാപ്പർമാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇവന്മാർ ചിരിപ്പിച്ച് കൊല്ലുന്നാന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ ആക്കലായിരുന്നു. ഏ ഭയങ്കര സംഭവം തന്നെ കേട്ടാ. ഇവന്മാർ മറ്റേ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, എന്നാ എന്താ ആ ഒരു ഇവരെ പേരുണ്ടല്ലോ, എന്നാ അവരുടെ പേര് മറന്നുപോയല്ലോ. ഇപ്പൊ ഈ പേര് ഓർമ്മിക്കാണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജോർദാനിൽ പോയിട്ട് പണി മേണിച്ച ഒരു ടീം ഉണ്ടല്ലോ. അപ്പൊ അവരെ കുറവാക്കുന്നയാന്ന്. ആ ജോർദാനിൽ പോയിട്ട് പണി മേടിച്ച ജോർദാനിന്റെ കുതിരപ്പുറത്ത് ബെലിഞ്ഞ് കയറിയിട്ട് ഓൻ പുറകിലിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. അവരെ നല്ല രീതിയിൽ കളിയാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോഴത്തെ ചില താത്തമാർ റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് തോന്നുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീനെ ഒരാൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഒറ്റ നോട്ടം മതിയായിരുന്നു. അതിന് ഏത് ഭീകരനായാലും ശരി, ഞാൻ പറഞ്ഞല്ലോ, ഏത് ഭീകരനായാലും ശരി ഒരു നോട്ടം മതിയായിരുന്നു. ആ നോട്ടത്തിൽ പിന്നെ അവനെ കാണൂല, എത്ര ബില്ലവനായാലും ശരി. നേരെ കുറച്ച് ചില ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ ഗോവിന്ദച്ചാമിനെ പോലെ പെരുമാറുന്നൊരു, ഞാൻ പറഞ്ഞ ഒരു 5% മാത്രമേ അങ്ങനെയുള്ള ആൾ വരുള്ളൂ. ബാക്കി 95% എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേടിച്ചോടുന്ന ടീം തന്നെയാണ്. ഒരു നോട്ടം ഇല്ലെങ്കിൽ ഒരു സംസാരം, ഇത് മാത്രം മതി. എന്താടാ നിനക്ക് വേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നായാലും ചോദിക്കും. അപ്പോൾ പറയും, അയ്യോ ജോർദാൻ എന്നെങ്ങനെ, ജോർദാൻ എന്നല്ല എവിടെ നിന്നായാലും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ മേഖലയിൽ കൂടിയാണെന്ന് നമുക്ക് ബോധ്യം വേണം. അല്ലാതെ നമ്മുടെ യൂട്യൂബേഴ്സ് ആണ്, നമുക്ക് എങ്ങനെയെങ്കിലും റീച്ച് ആകണം, ഏത് സാഹസികതയാണ് യൂട്യൂബർമാർ എടുക്കുന്നത്? ഒരു മണ്ണാങ്കട്ടി എടുക്കുന്നില്ല. ഇവിടുന്ന് പല ആൾക്കാരും പണ്ട് നടന്നിട്ട് കാശ്മീരിലേക്ക് പോയ ടീമുണ്ട്, നടന്നിട്ട് ഇന്ത്യ ചുറ്റുന്ന ടീമുണ്ട്. ഇവരൊക്കെ ഫുൾ ടൈം നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും ബസ്സിനായാലും ലിഫ്റ്റ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുൾ ടൈം ലിഫ്റ്റ് അടിച്ചിട്ട് പോകുന്ന ടീമുണ്ട്. അവരൊക്കെ ഫുൾ ടൈം ലിഫ്റ്റ് അടിച്ചിട്ടാണോ പോകുന്നത്? പലപ്പോഴും എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോകുന്നവരുണ്ട്, ബസ്സിൽ പോകുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. ഉടായ്പ തന്നെയാണ് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിചാരിച്ച എന്താ വെച്ചാൽ ഇത് കുറച്ച് സാഹസികയല്ലേ, എന്നാൽ പിന്നെ സാഹസികയിൽ അങ്ങ് പിടിച്ചു നിർത്താന്ന് വിചാരിച്ചു. പക്ഷെ വേറൊരു കാര്യം, അവനവന്റെ ജീവനാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് സാഹസികതയും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ജീവൻ കഴിഞ്ഞിട്ടുള്ള സാഹസിക മതിയെന്ന് വിചാരിക്കണം. വേറൊരു രാജ്യമാണ്, നമുക്കറിയാത്ത സ്ഥലമാണ്. അവിടെയൊക്കെ പോകുമ്പോഴേ എല്ലാവരും സാമാന്യമായിട്ട് ഒരു ഗൈഡിന്റെ സഹായം തേടാറുണ്ട്. ഇനി അങ്ങനെ പോകുമ്പോഴായാലും സുരക്ഷിതമായ മേഖലയിലൂടെ അല്ലാതെ ഒരു സുരക്ഷിതമില്ലാത്ത മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കോ? നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ശരി, നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കണ്ടേ? എന്തിനധികം പറയുന്ന ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞുകാലത്ത് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗർത്തം, ആ മഞ്ഞിലേക്കങ്ങ് ഗർത്തത്തിലേക്കങ്ങ് വീണു പോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ആൾക്കാരെ കൂട്ടുന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് രാജ്യത്തായി കഴിഞ്ഞാലും ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും നമ്മൾ ആരെങ്കിലും സഹായം തേടണം. അതുമാത്രവുമല്ല, ഒരുത്തൻ ഇങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ആ രാജ്യത്തെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. നമ്മളെ നാട്ടിലും ഗോവിന്ദച്ചാമിമാരില്ലേ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഗോവിന്ദച്ചാമിമാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരെയും അങ്ങനെ വിശ്വാസത്തിൽ എടുക്കണ്ട. ഏത് രാജ്യത്തായി കഴിഞ്ഞാലും എന്ത് കഴുതപ്പുറത്തായി കഴിഞ്ഞാലും നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. നമ്മളെ എന്തെങ്കിലും തരത്തിലുള്ള ടച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും, ഞാൻ പറഞ്ഞല്ലോ, ആ സ്ത്രീക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അങ്ങനെ ഇരിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മളടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ശത്രു ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയുമോ? നമ്മൾ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുക. ഇപ്പം ഇവൻ ഇത്രയും ചെയ്തവൻ ഇനി മുകളിൽ കൊണ്ടുപോയിട്ട് എവിടെയും ഒന്നുമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് എന്നാൽ പിന്നെ ഇവർക്കെല്ലാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഇവരൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കയറിപ്പിടിക്കൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാ ഇന്ന് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൻ അവിടെ വെച്ചിട്ട് ഒരു ഗോവിന്ദച്ചാമിയായി മാറിയിട്ടുണ്ടെങ്കിൽ എന്നാ സ്ഥിതി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഒരു കാരണവശാലും അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് ഇത് അഭിനയം അല്ലെങ്കിൽ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു 1.5 റീച്ചായി പോയി. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഇനിയിപ്പോൾ എല്ലാവർക്കും അതന്നെയാണ് വേണ്ടത്, റീച്ച്. അപ്പോൾ ഏതാൾക്കാർക്ക് ഇപ്പോൾ അവരെ വീഡിയോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ വീഡിയോ നല്ല ഓടിയിട്ടുണ്ട്. അതുപോലെ വേറെ ഏത് വീഡിയോ ഒന്നും അത്ര റീച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ആൾക്കെല്ലാം തോന്നും ഇങ്ങനെ എന്തും കൊണ്ട് ഒരു റീച്ചാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇനിയിപ്പോൾ പല ആൾക്കാരെയും വാടകയ്ക്ക് എടുത്തിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കൃത്യമായിട്ടുള്ള ഒന്നുമില്ല, അഭിനയമുണ്ട്, അതിൻ്റെ പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് പോലെ എന്താ പറയേണ്ടത്, അവരുടെ ഇതാണ് അവർ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എങ്ങനെ വേണമെങ്കിലും അവർക്ക് പറയാം.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് എന്ത് സാഹസികതയുള്ളൂ. അതാണ് മനസ്സിലാക്കി. എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ഇക്കുമത്ത് മനസ്സിലായിട്ടില്ല. അതായത് അവരൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റിയിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഈ മല്ലു റാപ്പറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനാണെങ്കിൽ വ്യാപകമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. സ്ത്രീകളെ ഭയങ്കരമായി മോശമായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ, അങ്ങനെ ഒന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട. അതായത് അതിൻ്റെ അകത്ത് കണ്ട ഒരു സാധനം അവർ റീക്രിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇല്ലപ്പാ. അവിടെ എന്തെന്ന് സ്ത്രീകളെ അവമാനിക്കേണ്ട കാര്യം എന്താ? അവന്മാർ അങ്ങനത്തെ ആളൊന്നും അല്ല. അവന്മാർ രേണു സുധീനെ അവതരിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ മറ്റു പലരെയും എല്ലാം ചെയ്യാറുണ്ട് അവന്മാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി ഈ അവന്മാരെ എത്തിക്കാറേണ്ട ആവശ്യമൊന്നും ഇല്ലപ്പാ. മല്ലു റാപ്പർ അവരുടേതായ ക്രിയേറ്റിവിറ്റി കണ്ടിട്ട് ചെയ്യുന്നേ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതെന്തെന്ന് വേറെ ഒന്നുമില്ല. ഇതെന്ന് പറയുന്ന എൻ്റെ അഭിപ്രായത്തിന് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവയർനെസ് ആയിട്ട് നമ്മൾ കണക്കൂടണം. അതായത് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതത്വം അതാണ് നോക്കേണ്ടത്. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏത് സ്ഥലത്തായാലും ശരി, നമ്മളെക്കാട്ടിയും പ്രശ്നം, നമ്മളെക്കാട്ടിയും അബലനായിരിക്കും. അപ്പോഴും കൂടി നമുക്കൊന്നും ചെയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ ശക്തിമാനായാലും ശരി, നമുക്കൊരു നമ്മൾ പാനിക്കാവും. അതാണെങ്കിലും മനസ്സിലാവും, പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുടെ സ്വഭാവമോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്തിനധികം നമ്മളെ കേരളം വിട്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. ഏത് സ്ഥലത്ത് എങ്ങനെയുള്ള ക്രിമിനൽസ് ആണെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് വളരെ ക്രൂരന്മാരായ ചില ടീമുകൾ, ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സീരിയൽ വരെ ഉണ്ടാകും, സീരിയൽ കില്ലർമാർ വരെ ഉണ്ടാകും വെളിയിൽ. ചിലപ്പോഴേ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പം ഇവൻ്റെയൊക്കെ മുന്നിൽ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാം ഓക്കെയാണ്, സ്ത്രീകളെ എല്ലാം ഓക്കെയാണ്. നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും വളരെയധികം സുരക്ഷിതം അത് പാലിക്കണമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാഹസികതയൊന്നും വേണ്ട. ഇതൊരു കുറച്ച് ഓവറായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് മറ്റവൻ്റെ നമ്മളെ ജോർദാനിൻ്റെ കഴുതപ്പുറത്തുള്ള ഓട്ടം അത് വളരെ മോശമായി. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോഴേ ചിരിയാൻ നടന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വിശ്വസിക്കതേയില്ല. ഞാനിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കാം, അവർക്ക് ഇത് ഒറിജിനലായിരിക്കാം, അവർക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പലരോടും ചോദിച്ചു പറഞ്ഞു, ഞാൻ പല സ്ത്രീകളോടും ചോദിച്ചു, ഇതുപോലെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? പേടിച്ചു കൊണ്ടിരിക്കോ, അല്ല വേറെ എന്തെങ്കിലും ചെയ്യുമോ ചോദിച്ചു. അതായത് ഇതുപോലൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താ ചെയ്യുക? എല്ലാവരും ചെയ്യുന്നത് എന്താ? ചാടും. പിന്നെ ഓടുന്ന ട്രെയിനാണെങ്കിൽ ഇപ്പോൾ 350 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനാണെങ്കിലും ശരി, ഇതുപോലുള്ളൊരു സന്ദർഭം ഒരു സ്ത്രീൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ അവർ അഭിനയമല്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് ചാടിയിരിക്കുവായിരുന്നു. അവരാ സമയത്ത് വീഡിയോ ഓണാക്കാനോ ഇത് പിടിക്കാനോ ഒന്നല്ല അവർ നോക്കുമായിരുന്നു. അത് മനസ്സിലാക്കണമായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെയൊരു സന്ദർഭം നമ്മൾ അപ്പാടെ വീഡിയോ ഇങ്ങനെ ഓണാക്കിയിട്ട് ആരെങ്കിലും നിൽക്കൂടെ? ആരും നിൽക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനധികം പറയുന്നത്, നമ്മുടെ അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗമ്യക്ക് അന്ന് സംഭവിച്ചു കണ്ടില്ലേ? ഓടുന്ന ട്രെയിനിൽ വെച്ചിട്ട് ഗോവിന്ദചാമിനെ പിടിച്ച് ചാടേണ്ടി വന്നില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ സുരക്ഷ എപ്പോൾ നമ്മൾ നോക്കണം. അത് നാട്ടിലായാലും സ്വദേശത്തായാലും വിദേശത്തായാലും എവിടെയായാലും ശരി, നമ്മളെ സുരക്ഷയെ പിന്നെ അതാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതിയുടെ ഉള്ള സാഹസികത എന്തിനാ വെറുതെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഈ പിന്നെ എന്താ പറയുക, ആ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചാളിങ്ങനെ ചർച്ചയില്ലാവും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് കഴിഞ്ഞാൽ അവരെയും അങ്ങ് മറക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചും കണ്ടും പെരുമാറി നിൽക്കുക. പിന്നെ മല്ലു റാപ്പർ അങ്ങനെ ചെയ്തതിന് വലിയ ഇതൊന്നും കൊടുക്കണ്ടായിരുന്നു. മനോരമ ന്യൂസൊക്കെ അത് ഇതാക്കിയിട്ടുണ്ട്, ചർച്ചയാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.